ബി.ജെ.പി ഭീഷണി ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയതിൻ്റെ ഒരു ക്രമം തന്നെ നോക്കി അറിയാം. ബി.ജെ.പിക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സൗകര്യം ലഭിച്ചിട്ടുള്ള ഷെഡ്യൂളിംഗ് പോലുമാണ് ഇത്തരത്തിലുണ്ടായിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. രണ്ടാമത്, ഇപ്പോൾ മറ്റന്നാൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നഗരമേഖലകളിലും അർദ്ധനഗര മേഖലകളിൽ ഈ പറയുന്ന മണ്ഡലങ്ങളുണ്ട്. അവയെല്ലാം ആൻറ്റി ഇൻകംബൻസിക്ക് ഗുണപരമാകുമെന്ന് ബി.ജെ.പി ശരിക്കും വിചാരിക്കുന്നുണ്ട്. അതിൽ തന്നെ ബി.ജെ.പിയുടെ നേതാക്കൾ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും മോദിയും അമിത്ഷായും ഒക്കെ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുക. 4-ാം തീയതി കൂടി അവസാനിക്കുകയാണ്. TMC എന്ന് പറഞ്ഞ ഏർപ്പാട് അവസാനിക്കുകയാണ്. മമതാ ബാനർജി എന്ന ലീഡർ അവസാനിക്കാൻ പോവുകയാണ്. ഈ അഴിമതി ഭരണം ഞങ്ങൾ പുകച്ച് പുറത്തിയടിക്കും, എല്ലാ അഴിമതിക്കാരെയും കൊണ്ടുവരും എന്ന് പറയാണ്. അത് രണ്ട് ഉദ്ദേശങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, വരാൻ പോകുന്ന ഫലം എന്ന് പറയുന്നത് ഞങ്ങൾ പൂർണ്ണമായിട്ടും പണിയെടുത്തുണ്ടാക്കിയതാണ്, ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുക. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ബി.ജെ.പി വളരെ കോൺഫിഡൻ്റ് ആണ്. ബി.ജെ.പി അധികാരം പിടിക്കാൻ വരുന്നുള്ള സന്ദേശം കൊടുത്ത് ബാക്കിയുള്ളവരെ ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശമുണ്ട്. അപ്പോൾ ഈ മോദിയും അമിത്ഷായൊക്കെ ഞങ്ങളിവിടെ അധികാരം പിടിക്കാൻ പോകണം. ശരിയാണ്, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലും അമിത്ഷാ 100-ലധികം സീറ്റ് നേടും, വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രസംഗിച്ചെങ്കിലും അതിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷേ ഒറ്റയടിക്ക് 3-77 വന്നു എന്ന കാര്യം ഓർക്കണം. അതുപോലെ ബി.ജെ.പി ഇത്തവണ വലിയ തോതിൽ വർഗീയത എന്ന് പറയുന്ന സംഗതി അവിടെ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സാധനം ഇതാണ്, മതപരമായ സംഗതികൾ. ഇപ്പം നോക്കൂ, അവിടെ ബി.ജെ.പി എന്ന് പറയുന്ന ഫാക്ടർ വരാൻ പോകുന്നു എന്നാണ് അവിടുത്തെ കോർ ഇഷ്യൂ. അല്ലാതെ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിൻ്റെ ഗതി നമുക്കറിയാം. അതൊരു പിന്നോക്ക സംസ്ഥാനമാണ്. മതിയായ കേന്ദ്ര ഫണ്ടുകളൊന്നും കിട്ടാതെ, മതിയായ അറ്റൻഷൻ കിട്ടാതെ ഇപ്പോഴും മനുഷ്യർ വലിയ അങ്ങേയറ്റം ദയനീയമായ പോവർട്ടി ലൈനിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ വികസനം ഞങ്ങൾ കൊണ്ടുവരും, തൊഴിൽ സാധ്യതകൾ കൊണ്ടുവരും പോലുള്ള മുദ്രാവാക്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് ജനങ്ങൾക്കിടയിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ. അവിടെ എപ്പോഴും ഇപ്പോൾ ഈ സമയത്ത് അവിടെ ഏറ്റവും കോർ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ വിഭാഗീയ പ്രശ്നങ്ങളാണ്. അതിൽ ശരിയാണ്, മുസ്ലിം മൈനോറിറ്റിയുടെ മറ്റു മൈനോറിറ്റീസിൻ്റെ എല്ലാം വോട്ട് മമതാ ബാനർജിക്ക് അനുകൂലമായി കിട്ടും. മറ്റേ വോട്ടുകളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ കൺസോളിഡേഷൻ, പോളറൈസേഷൻ, ഡിവൈഡ് ഇതെന്തുമാത്രം വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ ആശങ്കയോടെ കണ്ടത്. അതാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സാധനം. ഏറ്റവും ഒച്ചത്തിൽ ബി.ജെ.പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും, ഞങ്ങൾ വന്നാൽ SIR നടപ്പിലാക്കും, ഞങ്ങൾ വന്നാൽ ബംഗാളികൾ ഓടിക്കും. നിങ്ങൾ ഇപ്പോഴും ഒരു താഴെത്തട്ടിലുള്ള സംസ്ഥാനമായി നിൽക്കുന്നതിൻ്റെ കാര്യം നിങ്ങളുടെ അവകാശങ്ങൾ കൂടി മറ്റുള്ളവർ പുഴ കടന്ന് ഇപ്പുറത്ത് വന്ന് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ആ ചിതൽപ്പുറ്റുകളെ ഓടിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ചോദിച്ചാണ് 3-70 സീറ്റ് എത്തിച്ചത്. അത് 100 കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ട സംഗതി, ഞങ്ങൾ അധികാരം പിടിക്കും മെയ് 4 ആവർത്തിച്ച് പറയുക വഴി ഒരു സംഗതി സെറ്റ് ചെയ്യുകയാണ് ബി.ജെ.പിയുടെ നേതൃത്വം. ആ സെറ്റ് ചെയ്ത സംഗതി അവൾ ഓൾറെഡി മറ്റേ സംഗതി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഹരിയാന നമ്മൾ ഓർത്ത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഹരിയാന എന്ന് വെച്ചാൽ ഹരിയാന എന്തായാലും ഗുസ്തി സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ, കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ തോറ്റുപോയല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ബി.ജെ.പി ഒരു അന്തരീക്ഷം സെറ്റ് ചെയ്യുകയാണ്, ഞങ്ങൾ ജയിക്കും, മമത തോക്കും, മമതയുടെ മണ്ഡലത്തിൽ പോലും മമത തോക്കുമെന്ന അന്തരീക്ഷം സെറ്റ് ചെയ്യുന്നത് അത്രയും വലിയ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്നൊരു ഫീൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുകയാണല്ലോ മൊത്തം പ്രശ്നമായി, ബംഗാളികളും വിചാരിക്കും ഇനിയിപ്പോൾ ഒരു അസാധാരണമായ വിധി വന്നാൽ പോലും ആളുകൾ ശരിയാണ്, മമത അങ്ങനെ തോറ്റുപോയതാണ്, ബി.ജെ.പി പണിയെടുത്ത് തോറ്റതാണെന്ന് വയ്ക്കും. ബി.ജെ.പി പണിയെടുത്തു, ആ പണി എന്തുമാത്രം ജനാധിപത്യ മാർഗത്തിലാണെന്നുള്ള ചോദ്യം രാജ്യം ചോദിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ബംഗാൾ നടക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു ഇനി ഒരു 5 വർഷം കൂടി അധികാരത്തിന് വേണ്ടി ബംഗാളിൽ കാത്തിരിക്കാനുള്ള ക്ഷമ മോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തവണ അധികാരം പിടിക്കാൻ എല്ലാ വഴിയും അവർ പ്രയോഗിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അവിടെ എന്ത് സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് ഞാൻ പറയാം.